നമ്മളിന്ന് യൂണിയൻ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും സ്ട്രക്ചറിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകളിൽ കാര്യമായിട്ട് തന്നെ ആ വക ഏരിയകളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ 7 lakhs നിന്ന് 12 lakhsലേക്കൊക്കെ എക്സംഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അങ്ങനെ ടാക്സ് റേറ്റുകളിലൊന്നും അങ്ങനെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. പ്രത്യേകിച്ച് ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ഇടയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ആക്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഇൻകം ടാക്സ് ആക്ട് നമ്മളെടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഫിനാൻസ് ആക്ട് 2026 എടുത്ത് അമെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഇൻകം ടാക്സ് ആക്ട് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് വലിയ കാര്യമായിട്ട് തന്നെയായിട്ടാണ് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇൻക്ലൂഡിങ് 1961 ആക്ടും 2025 ആക്ടും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ആംഗിളിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ CS ശ്രീലക്ഷ്മി ജി ആണുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. ബഡ്ജറ്റിൽ ഇത്തവണ വലിയ വാഗ്ദാനങ്ങളൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ കാര്യമായ ടാക്സ് റേറ്റിലൊന്നും ചേഞ്ച് ഇല്ലെങ്കിലും ആശ്വാസകരമായ പല ചെറുകിട മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു നല്ല അനുതാപപൂർണമായ ഒരു മാറ്റം എന്ന് പറയുന്നത് MACT ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്കറിയാം, ഓഫീസിൽ അമ്മമാരും ഭാര്യമാരോ അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ട് പറയണ ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ ക്ലെയിം കിട്ടി, അതിൽ ഇൻട്രസ്റ്റ് വന്നു മോളെ, അതിൽ TDS പിടിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട്. അപ്പം അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കോമ്പൻസേഷൻ തന്നെ കിട്ടുക. ആ കോമ്പൻസേഷൻ കിട്ടി വരുമ്പോൾ അതുമേ TDS പിടിച്ചിട്ട് പിന്നെ ഒരു വർഷം എടുത്തിട്ടാണ് അത് റീഫണ്ടിന് അപ്ലൈ ചെയ്ത് കിട്ടുക. എന്തായാലും ഇത്തവണത്തെ ബഡ്ജറ്റിൽ MACT ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോമ്പൻസേഷൻ്റെ ഇൻട്രസ്റ്റിനെ പൂർണ്ണമായിട്ടും അത് ഇൻകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് വലിയൊരു റിലാക്സേഷനാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. മാത്രമല്ല, മുമ്പ് ഈ TDS പിടിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ TDS ഒക്കെ പിടിച്ചിട്ടുണ്ടാവുന്നത് ചിലപ്പോൾ ഒരു കൊല്ലം മുമ്പത്തെ ഇതിലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇവർ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഇവർ ചിലപ്പോൾ ഇത് അറിയണത് ലേറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇവർ നമ്മുടെ അടുത്തേക്കൊക്കെ ഇപ്പോൾ ടാക്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സത്യം പറഞ്ഞ ഒരു ക്രൂരതയായിരുന്നു. അതായത് മുൻപ് ഈ TDS അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ക്ലെയിമുകളിൽ MACT ക്ലെയിമുകളിലൊക്കെ അതിൻ്റെ ഇൻട്രസ്റ്റുമ്മലൊക്കെ TDS പിടിക്കുക, അതൊരു വരുമാനമായിട്ട് മാറ്റുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് വലിയൊരു റിലാക്സേഷനാണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. MACT ക്ലെയിംസുകളുടെ ഇൻട്രസ്റ്റ് ഇനി മുതൽ ടാക്സ് ഫ്രീ ആണെന്നർത്ഥം. ടാക്സ് ഫ്രീ ആണ്, അതിൽ TDS ആപ്ലിക്കബിൾ അല്ല. അപ്പം ഇനി അത് മാത്രമായിട്ട് ഇൻകം വന്നവർക്ക് ലീഗൽ ഹയസിൻ്റെ പേരിലോ ഒക്കെ TDS പിടിച്ചിട്ട് അത് മാത്രമായിട്ട് ഇൻകം വന്നവർ ഇനി അത് ഫയൽ ചെയ്ത് റീഫണ്ട് വാങ്ങേണ്ട ഒരു അവസ്ഥയില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മളുടെ പല ആളുകളെ എനിക്ക് തോന്നുന്നത് ഈവൻ ടാക്സ് പ്രാക്ടീഷണേഴ്സ് അടക്കം പലരും ഇൻകം ടാക്സ് ആക്ട് 2025 ഈ April 1, 2026 മുതൽ വരികയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിൽ തന്നെ അങ്ങനെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ മനോരമയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു April 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട്. ആക്ച്വലി ഇത് വന്ന് പാസ്സായിട്ടൊക്കെ മാസങ്ങളായി. പക്ഷേ പലരും അത് അപ്ഡേറ്റഡ് ഒന്നുമല്ല. ഇങ്ങനൊരു കാര്യം ഈവൻ പ്രാക്ടീഷണേഴ്സ് പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. April തൊട്ട് പുതിയ ഇൻകം ടാക്സ് ആക്ട് വരാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഇത് കാണുന്ന ആളുകളുടെ അടുത്ത്, ഇവൻ പ്രാക്ടീസിങ് ഫീൽഡിലുള്ള ആളുകളുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. ഇൻകം ടാക്സ് ആക്ട് അടിമുടി മാറാനായിട്ട് പോവുകയാണ്. 1961 ആക്ട് ഒന്നുമല്ല, 2026 അമെൻമെൻ്റ് ഒന്നുമല്ല. പല ആളുകളും ഇത് അമെൻമെൻ്റ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അമെൻമെൻ്റ് ഒന്നുമല്ല, കംപ്ലീറ്റ് ടാക്സ് മാറുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ, അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ GST വരുമ്പോൾ, നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ്, ഒരു ലൈവ് കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ അതിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അവസാനം എങ്ങനെ നിങ്ങൾക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ അവസാനം നമുക്ക് പറയുന്നുണ്ട്. അതിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. അതെ, വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആക്ട് ഇപ്പോൾ വരാൻ പോകണുള്ളൂ. പക്ഷെ ഇപ്പം ഇറങ്ങിയ ബഡ്ജറ്റിൽ ഏറ്റവും അധികം അമെൻമെൻറ്റ് ആ ആക്ടിൽ തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ ഇറക്കിയ ആക്ടിൽ ഇപ്പോൾ കുറേ അമെൻമെൻറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പഴയ ആക്ട് പഠിച്ചിട്ട്, അതായത് പഴയ ആക്ട് എന്ന് വെച്ചാൽ
കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഇൻകം ടാക്സ് ആക്ട് 2025 പഠിച്ചിട്ട് വേണം ഈ അമെൻമെന്റ്സിലേക്ക് കടന്നു വരാനായിട്ട്. അപ്പൊ അത്ര അധികം പഠിക്കാനുണ്ട് ഇൻകം ടാക്സ് ആക്ട്. കാര്യമായിട്ട് തന്നെ, അതായത് ഇപ്പോൾ 2025 ആക്ടിൽ തന്നെ അത്ര അധികം അമെൻമെന്റ്സുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ TDS ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ ആണ്. കുറച്ച് അധികം കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു ഐറ്റം ആയിരുന്നു മാൻ പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഇത് കോൺട്രാക്ട് ഇൻകത്തിലാണോ പെടുക, അതല്ലെങ്കിൽ പ്രൊഫഷണൽ സർവീസിലാണോ പെടുക എന്നൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരുന്നു പല വർക്കിന്റെ നേച്ചർ നോക്കുമ്പോഴും. ഇപ്പൊ അത് വ്യക്തമായിട്ട് കോൺട്രാക്ട് സർവീസസിൽ തന്നെ ടാക്സ് പിടിച്ചാൽ മതിയെന്ന് ക്ലിയർ ആക്കി പറഞ്ഞിട്ടുണ്ട്. അതായത് 1% അല്ലെങ്കിൽ 2% ടാക്സേ വരുന്നുള്ളൂ. പ്രൊഫഷണൽ ആണെങ്കിൽ 10% ആകുമായിരുന്നു. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. റേറ്റിലൊന്നും മാറ്റമില്ല. 1%. അതായത് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മുമ്പ് നമ്മൾ എപ്പോഴും ആളുകൾ ആലോചിക്കും പഴയ ആക്റ്റാ 194C എന്നായിരിക്കും നമ്മളിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ ആലോചിച്ചിട്ടുണ്ടാവുക. പക്ഷേ സെക്ഷൻ വേറെയാണ്. ഇറ്റ് ഈസ് 393(4) ആണ്. 393(4)ലാണ് വരുന്നത്. അത് മാത്രമല്ല, നമ്മൾ പുതിയ ആക്ടിൽ വളരെ സിമ്പിളായിട്ട് ഒരു ടേബിൾ ഫോർമാറ്റിലാണ് ഈ TDS പ്രൊവിഷനുകളൊക്കെ വരുന്നത്. വളരെ ഈസി ആയിട്ട്, വളരെ രസകരമായിട്ട് പുതിയ ആക്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പുതിയ ആക്ടും പഴയ ആക്ടും തമ്മിൽ നല്ല പ്രസന്റേഷനിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അമെൻമെന്റ് വന്നിരിക്കുന്നത് ഒരു ഏരിയ എന്ന് പറയുന്നത് TCS ആണ്. TCSൽ നമ്മൾ ഫോറിൻ ട്രാവൽ, ടൂർസ് ആൻഡ് ട്രാവൽസിൽ കാര്യമായൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരാൾ ഫോറിൻ ടൂറിന് പോവാണ്, 20 lakhs ആൾക്ക് എക്സ്പെൻസ് വന്നെങ്കിൽ നേരത്തെ അതിൻ്റെ 5% 20% ഒക്കെ ടാക്സ് പിടിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2% പിടിച്ചാൽ മതി എന്നാണ് പുതിയൊരു അമെൻമെന്റ് വന്നിരിക്കുന്നത്. അതൊരു വലിയൊരു നല്ലൊരു മാറ്റമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇപ്പോൾ കോവിഡിനൊക്കെ ശേഷം ഒരുപാട് ആളുകൾ പുറത്തേക്കൊക്കെ വിദേശത്തേക്ക് ടൂർ പോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുൻപ് അത് റേറ്റ് 5% 10% ആയിരുന്നു. പക്ഷേ ഫോറിൻ ടൂറിൻ്റെ ഒക്കെ റേറ്റ് എനിക്ക് തോന്നുന്നു TCS ഈ ഒരു ലാസ്റ്റ് 1 or 2 years ഒക്കെ ആയിട്ടാണ് 20% ഒക്കെ ആയിട്ട് എൻഹാൻസ് ചെയ്തത്. വലിയൊരു എമൗണ്ട് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 lakhs ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയ്ക്കാണ് TCS ആയിട്ടൊക്കെ പോവാണ്. അപ്പോൾ അത് 40,000 രൂപ. അപ്പോൾ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടും മെഡിക്കൽ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും 5% ആയിരുന്നു TCS വന്നിട്ടുണ്ടായിരുന്നത്. എബോ 10 lakhs വരുന്ന റെമിറ്റൻസിന്. പിന്നെ ഫോറിൻ ടൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20% ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം. പിന്നെ ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ TCS ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പല പല റേറ്റുകളാണ്. 0.5 ഉണ്ട്, 5 ഉണ്ട്, 20 ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ 10 lakhs കഴിഞ്ഞാലൊരു ലിമിറ്റ്. ഇത് കൂടുതൽ കൺഫ്യൂഷനുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു റേറ്റ് റാഷണലൈസേഷൻ വന്നപ്പോഴേ അത് കുറച്ചും കൂടി നന്നായി നടത്താം. കറക്റ്റ് 20 ഇല്ല, 2% ആയി. നമ്മളിപ്പോൾ നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ GST ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റേറ്റ് റാഷണലൈസേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ കുറച്ചൊരു നല്ല മൂവ്മെൻ്റ് ആണ്. അപ്പോൾ TCSന് ഇനി മുതൽ 2% ആണ് ഫോറിൻ ട്രിപ്പിൻ്റെ റേറ്റ് വരുന്നത്. ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്മോൾ ടാക്സ് പേയേഴ്സിന് റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ ബഡ്ജറ്റിൽ. അത് സാധാരണ നമുക്കൊരു TDS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമുക്ക് ടാക്സ് ഒന്നും വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കണ പോലെ മിക്കവാറും TDSൻ്റെ പ്രൊവിഷൻസ് ഒക്കെ അങ്ങനെയാണല്ലോ. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ 10% വരുന്നു. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയൊക്കെയുള്ള കേസുകൾ പലപ്പോഴും. അപ്പോൾ നമുക്കൊരു ലോവർ TDS വേണം, അല്ലെങ്കിൽ ഒരു നിൽ TDS വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റൂട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോം നമ്പർ 13 അല്ലാന്നുണ്ടെങ്കിൽ 15G 15H ഇങ്ങനെയൊക്കെയുള്ള. പക്ഷെ അവിടെയൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു സീലിംഗ് കഴിഞ്ഞാൽ ഇതൊക്കെ അപ്ലിക്കബിൾ ആണെന്ന് അർത്ഥം. അപ്പോൾ ഒരു നല്ലൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറീനെ ഡിഫൈൻ ചെയ്തിട്ട് അപ്പോൾ അവർക്ക് ഈ TDSന്ന് ഒഴിവാക്കാനായിട്ട് ഒരു പുതിയൊരു മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു അതോറിറ്റിയുടെ അടുത്ത് ഇൻകം ടാക്സ് ഓഫീസർ ആവണം നിർബന്ധമില്ല, പുതിയൊരു അതോറിറ്റിയുടെ അടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇൻകം ടാക്സ് റൂൾസ് 2025 വന്നിട്ടില്ല. അപ്പോൾ റൂൾസ് 2026 ആയിരിക്കും. കാരണം ഇപ്പോൾ ഈ 2026 അത് വരുന്നത്. അപ്പോൾ മിക്കവാറും റൂൾസിലായിരിക്കും അത് വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീഡിങ്സ്. അപ്പം നല്ലൊരു മൂവ്മെൻ്റ് ആണത്. അതായത് TDSുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി നമുക്കൊരു ലോവർ ഡിഡക്ഷനിൽ നമുക്ക് ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിൽ ഡിഡക്ഷനിൽ സ്മോൾ ടാക്സ് പേയേഴ്സിന് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ TDSുമായിട്ട് ബന്ധപ്പെട്ട് ഡെപ്പോസിറ്ററി സർവീസസ് വന്നിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതും വലിയ നല്ലൊരു മൂവ്മെൻ്റ് ആണ്. അതായത് എന്താ മേട്ടം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് ഇപ്പോൾ സെറോദയിലൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കമ്പനികളിൽ ഷെയർ ഉണ്ട്. അപ്പോൾ ഈ കമ്പനികളിൽ നിന്നൊക്കെ എനിക്ക് ഡിവിഡൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 5,000 രൂപയെക്കാട്ടും കൂടുതൽ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി
നമുക്ക് TDS അപ്ലിക്കബിൾ ആവും. അപ്പോൾ ഇവർ ഒരാൾക്ക് ഇപ്പോൾ ഒരു 40 കമ്പനിയിൽ ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലായിടത്തു നിന്നും 5000 രൂപയ്ക്കാട്ടും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 40 കമ്പനിയിലേക്ക് ഇയാൾ ഈ ഫോം നമ്പർ 15G ഇങ്ങനെ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഇതായിരുന്നു. ഇപ്പോഴത്തെ നിയമത്തിൽ ഇപ്പോൾ പറഞ്ഞ അമെൻമെന്റിൽ പറയുന്നത് ഇത് നമ്മൾ സെൻട്രൽ ഡെപ്പോസിറ്ററിക്ക് നേരിട്ട് ഫയൽ ചെയ്താൽ മതി. സെൻട്രൽ ഡെപ്പോസിറ്ററി അവിടെ നിന്ന് കൺസേൺഡ് കമ്പനികൾക്ക് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്തിട്ട് TDS പിടിക്കാതെ വരും എന്നുള്ളതാണ്. അപ്പോൾ പല കേസിലും ചിലപ്പോൾ ആളുകൾ ഷെയർ വാങ്ങിച്ചു വെച്ചിട്ട് അത് വിൽക്കണമെന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഡിവിഡൻഡോ ചിലപ്പോൾ അത് ടാക്സബിൾ ലിമിറ്റിൽ താഴെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇനി റീഫണ്ട് വാങ്ങാൻ വേണ്ടി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒഴിവാകും. അതായത് എനിക്ക് തോന്നുന്നു ഒരു ഈസ് ഓഫ് ഡൂയിങ് അല്ലെങ്കിൽ ഒരു സംഭവമാണ്. ഒരു സിംഗിൾ വിൻഡോ എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ, അതായത് മുമ്പ് 40 സ്ഥലത്തേക്ക് നമ്മൾ 15G അപ്ലിക്കേഷൻ കൊടുക്കണം. ഇപ്പോൾ അത് ഒരൊറ്റ സിംഗിൾ വിൻഡോയിൽ, അതായത് നമ്മൾ CDSLലേക്കോ NSDLലേക്കോ നമ്മളൊരു അപ്ലിക്കേഷൻ നമ്മുടെ 15G സബ്മിറ്റ് ചെയ്താൽ മതി. അത് അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും എവിടെയും ചെയ്യുന്നത്. അത് ഡിവിഡൻ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, ഇപ്പോൾ യൂണിറ്റ്സിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്, ബോണ്ടുകളുണ്ട്, ലിസ്റ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ കോമൺലി അപ്പോൾ വലിയൊരു റിലാക്സേഷനാണ്. അപ്പോൾ TDS ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിക്കും ഗവൺമെൻറ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഈസ് ഓഫ് ഡൂയിങ് നമുക്ക് ശരിക്കും ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഒരു 10 years ഒക്കെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് അർത്ഥം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ബിസിനസ്സുകാരുടെ റിട്ടേൺ ഉണ്ടല്ലോ. ഇവർക്കൊക്കെ കുറച്ചും കൂടി ഒരു സമയം കൊടുത്തിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് നോൺ ഓഡിറ്റ് കേസുകളുടെ കേസാണ് കേട്ടോ. ഇപ്പോൾ ഓഡിറ്റ് ഇല്ലാത്ത ബിസിനസ്സുകാരുടെയൊക്കെ കേസിൽ ഇത് എല്ലാവരുടെയും റിട്ടേൺ വരുന്നത് July 31 ആണ്. അതായത് ഇപ്പോൾ ഒരു സാലറിഡ് ആയിട്ടുള്ള ഒരാൾ, ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ ഓഡിറ്റ് വരുന്നില്ല, അപ്പോൾ അയാൾക്കും July 31 ആണ്. അപ്പോൾ അത് കുറേ നാളായിട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന്, അപ്പോൾ അതിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ? ITR 1ഉം 2ഉം July 31 തന്നെയാണ് നേരത്തെ പോലെ തന്നെ ഡ്യൂ ഡേറ്റ്. പക്ഷേ നോൺ ഓഡിറ്റ് ബിസിനസ്സും ട്രസ്റ്റും നമുക്ക് August 31 ഡ്യൂ ഡേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെയധികം റിലാക്സേഷൻ ആണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ July 31 വരെ ടാക്സ് പ്രാക്ടീഷണേഴ്സിന് ഇൻഡിവിജ്വൽസിന് വേണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ആഗസ്റ്റിൽ ഒരു ബിസിനസ്സുകാരെ, അത് കഴിഞ്ഞിട്ട് ടാക്സ് ഓഡിറ്റിലേക്ക് പിന്നെ വീണ്ടും September October സമയമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വർക്കൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും എന്നർത്ഥം. അതെ, പ്രൊഫഷണൽസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രൊഫഷണൽ അത് ഈ വർഷത്തെ റിട്ടേൺ മുതൽ അത് ആപ്ലിക്കബിൾ ആണ്. അതായത് ഈ ഇപ്പോൾ നമ്മളുടെ 25-26 റിട്ടേൺ ഫയൽ ചെയ്യണ നമ്മൾ July 2026 ആണല്ലോ. ഈ വർഷം തൊട്ട് അത് ആപ്ലിക്കബിൾ ആണ്. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നത്, നമ്മൾ ഫിനാൻസ് ആക്ട് 2026 റിട്രോസ്പെക്റ്റീവ്ലി അമെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫിനാൻസ് ആക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1961 ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്, 2025 ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മുമ്പൊക്കെ റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ആക്ട് അമെൻഡ് ചെയ്താൽ മതി, 1961 അമെൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ സാധാരണഗതിയിൽ 2026 ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു 26-27 ഇൻകത്തിനാണ്. അപ്പോൾ ഈ വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ 25-26 ഇൻകത്തിനാണല്ലോ ഫയൽ ചെയ്യണം. എന്നിരുന്നാൽ കൂടി 1961 അമെൻഡ് ചെയ്തിട്ടാണ് ഈ ഡ്യൂ ഡേറ്റ് ഈ വർഷം കൂടി ആപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ട്. അതായത് റെട്രോസ്പെക്റ്റീവ് എഫക്ട് കൊടുത്തിട്ടുണ്ടെന്ന് അർത്ഥം. എനിക്ക് തോന്നുന്നു പല കേസുകളിലും യൂസ്ഫുൾ ആയിട്ടുള്ള പല കേസുകളിലും ഇതേപോലെ തന്നെ റെട്രോസ്പെക്റ്റീവ് എഫക്ട് കൊടുത്തിട്ടുണ്ട്, ഒരു റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് റിവൈസ്ഡ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നമ്മൾ ഓൾറെഡി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു, പക്ഷെ അതിൽ നമ്മൾ ചിലപ്പോൾ ഡിക്ലറേഷൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും, കറക്ഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ TDS നമ്മളുടെ 26 days റിഫ്ലക്ട് ചെയ്യാൻ വൈകി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യണം എന്ന് വെച്ചാൽ, നേരത്തെ നമുക്കതിന് 9 months ആയിരുന്നു ടൈം ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ അസസ്മെന്റ് ഇയർ. ഇപ്പൊ അത് 12 months ആക്കി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു നല്ലൊരു റിലാക്സേഷൻ ആണ് ശരിക്കും. അതായത് ഇത് എനിക്ക് തോന്നുന്നത് ബിലേറ്റഡ് റിട്ടേൺ അല്ല, പല ആളുകൾക്കും അങ്ങനെ ഒരു കൺഫ്യൂഷനും ഉണ്ട്. ആക്ച്വലി ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് ഇപ്പോഴും December 31 തന്നെയാണ്, അത് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഡേറ്റ് എന്ന് പറയുന്നത് December 31. പക്ഷേ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് December 31 March 31 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂസിംഗ് ആണ് ചിലരുടെ ഇടയിൽ. ചിലർ വിചാരിക്കുന്ന March 31 വരെ ആക്കി എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ July 31, August 31 ഈ പറയുന്ന ഡ്യൂ ഡേറ്റുകളിൽ ടാക്സ് ഓഡിറ്റ് കേസ് ആയാലും ആ ഡ്യൂ ഡേറ്റുകളിൽ ഫയൽ ചെയ്ത റിട്ടേൺ മാത്രം നമുക്ക് ആ കമ്മിങ്
31 മാർച്ചിനുള്ളിൽ റിവൈസ് റിവൈസ് ചെയ്യാം. ചെയ്യാം. അതായത് റിലേറ്റഡ് ആയിട്ട് ഫയൽ ചെയ്തത് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് അത് എപ്പോഴും റിവൈസ് റിട്ടേണിന്റെ ഒരു പ്രീ കണ്ടീഷൻ ആണല്ലോ. അതെ. നിങ്ങൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം എന്നുള്ളത്. അല്ലാതെ ബിലേറ്റഡ് റിട്ടേൺ പോയിട്ട് നമുക്കിനി റിവൈസ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് കുറച്ചൊരു ഫീയും കൂടി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ ബിലേറ്റഡ് റിട്ടേണിന്റെ ഫൈൻ തന്നെ, അതായത് 5 ലക്ഷത്തിൽ താഴെയാണ് വരുമാനം എന്നുണ്ടെങ്കിൽ 1000 രൂപ, അല്ലെങ്കിൽ 5 ലക്ഷത്തിൽ മേലെയാണെങ്കിൽ 5000 രൂപ. അങ്ങനെ ഒരു ബിലേറ്റഡ്, അതായത് നമ്മൾ റിവൈസ് റിട്ടേണും കൂടി അങ്ങനെ നമുക്ക് ഒരു ഫൈൻ അടച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് പീരീഡിൽ നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ TDSന്റെ പ്രൊവിഷൻസിൽ ഒരു മാറ്റം വന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെയിൽ, അതിൽ സെല്ലർ നോൺ റെസിഡന്റ് ആവുന്ന ഒരു കേസിലാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. അത് വലിയൊരു റിലാക്സേഷൻ ആണ് കേട്ടോ ശരിക്കും. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സെല്ലർ നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ ഉണ്ടെന്ന് അർത്ഥം. കാരണം ബയ്യർക്ക് സാധാരണ 26 QB എന്നുള്ള ഫോമൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. 26 QB വരുന്നത്, അതായത് സാധാരണ കേസിൽ 194IA, ഇപ്പം 1961 ആക്ടിൽ അത് വരുന്നത് 50 ലക്ഷത്തിൽ മേലെയുള്ള ട്രാൻസാക്ഷനാണ്. പക്ഷേ സെല്ലർ NRI ആണെന്നുണ്ടെങ്കിൽ അവിടെ 1 രൂപ തൊട്ട് TDS അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അവിടെ വേറൊരു അടുത്ത കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സെല്ലർ NRI ആയ കാരണം തന്നെ ടാൻ എടുത്തിട്ടൊക്കെ വേണം എന്ത് ചെയ്യാനായിട്ട്, ഇത് TDS റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരാൾ NRI നടക്കുന്ന പരിപാടിയല്ല, പെട്ടെന്ന് വന്ന് അത് ഞങ്ങൾക്ക് പ്രോപ്പർട്ടി സെയിൽ ഉണ്ട് TDS ഫോം ഫയൽ ചെയ്യുമെന്ന് വെച്ചാൽ എളുപ്പം നടക്കുമായിരുന്നില്ല. അതായത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, ഒരു ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് NRIs ഒക്കെ ചിലപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷനൊക്കെ ആയിട്ടായിരിക്കും നാട്ടിലേക്ക് വരുന്നത്. 5 ദിവസത്തേക്കൊക്കെ വരുമ്പോഴാണ് അവർ അറിയണത് ഇത് ടാൻ എടുത്ത് ഇതിങ്ങനെയൊക്കെ ഫയൽ ചെയ്തിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ആ പരിപാടി നടക്കില്ല എന്നർത്ഥം. അപ്പോൾ അത് വലിയൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ആയിരുന്നു. അപ്പോൾ അത് റിസോൾവ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ അതിൽ. അതായത് പാൻ ബേസ്ഡ് TDS എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫയൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ 26 QB പോലെ തന്നെ നമുക്കിനി ഫയൽ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഒരു വലിയൊരു ചേഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ നല്ലൊരു റിലാക്സേഷൻ ആണ് അപ്പോൾ ശരിക്കും. അതേപോലെ വേറൊരു ചേഞ്ച് വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയിയുടെ PF കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ESI ആയിട്ട് കോൺട്രിബ്യൂഷനിൽ നമ്മൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഡിസലവൻസ് വരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, അതിലെന്താ ചേഞ്ച് വന്നിരിക്കുന്നത് വെച്ചാൽ മുന്നേ നമ്മൾ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എംപ്ലോയിയുടെ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ ഗവൺമെന്റിന് അടയ്ക്കുന്ന എമൗണ്ട് അത് ആക്ടിൽ പറയുന്ന ഡ്യൂ ഡേറ്റിനുള്ളിൽ അടയ്ക്കണമായിരുന്നു. അപ്പോൾ മേ ബി മാർച്ചിൽ കളക്ട് ചെയ്യുന്നത് ഏപ്രിൽ 15 അങ്ങനെ ഏപ്രിൽ 20 അങ്ങനെ ആയിരിക്കും. അപ്പൊ ആ ഡേറ്റിനുള്ളിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ കളക്ട് ചെയ്തത് പേ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ എക്സ്പെൻസിൽ, അതായത് ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നില്ല, ഒരു ഡിസലൗഡ് ആയിട്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ടാക്സ് ഓഡിറ്റിന്റെ ഡ്യൂ ഡേറ്റ് വരെ നമുക്ക് ഈ എംപ്ലോയി കോൺട്രിബ്യൂഷൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അടയ്ക്കാനൊരു സമയം തന്നിട്ടുണ്ട്. അപ്പൊ ആ പീരീഡിനുള്ളിൽ അടച്ചു കഴിഞ്ഞാലും ഇൻകം ടാക്സിൽ ക്ലെയിം ചെയ്യാം. പക്ഷെ ഇപ്പൊ PF ESI ആക്ട് അനുസരിച്ചിട്ടുള്ള ഡ്യൂ ഡേറ്റിൽ അടച്ചാലേ അതിന്റെ കംപ്ലയൻസിന് അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഡിസലവൻസ് ആയിട്ട് അത് കയറി വരുന്നു, അതൊരു റിലാക്സേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് മുന്നേ അസസ്മെന്റ് ഓർഡർ കിട്ടും, അതിനുശേഷമായിരിക്കും പെനാൽറ്റി ഓർഡർ വരിക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്കൊരു അസസ്മെന്റ് ഓർഡർ വരുന്നു, അത് കഴിഞ്ഞിട്ട് 271 വേറെ പെനാൽറ്റി, അത് കഴിഞ്ഞിട്ട് അടുത്ത പെനാൽറ്റി, ഇതൊക്കെ വേറെ വേറെ പേപ്പറുകളായിട്ടാണ് വരിക. അപ്പോൾ മേ ബി ചിലപ്പോൾ അസസ്മെന്റ് ഓർഡറിൽ ഇങ്ങനെയായിരിക്കും, ഇത്ര എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മിസ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം അല്ലെങ്കിൽ അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകത്തിന് വേറെ ഓർഡറുകൾ, പെനാൽറ്റി ഓർഡറുകൾ 271 പ്രകാരം, 1961 ആക്ടിൽ 271 പ്രകാരം ഒരുപാട് ഓർഡറുകൾ വരുന്നു. അപ്പോൾ ഇത് പലപ്പോഴും ഒരു അപ്പീൽസ് സൈഡിലൊക്കെ ഒരു ലിറ്റിഗേഷനിലൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയാണത്. കാരണം ചില കേസിൽ ചിലപ്പോൾ നമുക്കിത് മൂന്നിനും, അതായത് ഈ സെയിം സംഭവം തന്നെയാണ്, ഈ അസസ്മെന്റ് ഓർഡറിന് എഗെയിൻസ്റ്റ് ഒരു അപ്പീൽ, പെനാൽറ്റി 1 എഗെയിൻസ്റ്റ് ഒരു അപ്പീൽ, പെനാൽറ്റി 2 എഗെയിൻസ്റ്റ് വേറെ അപ്പീൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ തന്നെയുണ്ട് വെദർ ദിസ് അപ്പീൽ ബിലോങ്സ് ടു പെനാൽറ്റി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അർത്ഥം ഈ പെനാൽറ്റി ആണെന്നുണ്ടെങ്കിൽ വേറെ അപ്പീൽ തന്നെ നമ്മൾ ഫയൽ ചെയ്യണം എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷനൊക്കെ എനിക്ക് തോന്നുന്നു ശരിക്കും ആ ഒരു ഇപ്രാവശ്യത്തെ ഒരു ഇതിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആളുകളുടെ, അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ SSCs ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അതായത് പെനാൽറ്റി എന്തെങ്കിലും ഉണ്ടോ
അത് അസസ്മെന്റ് ഓർഡറിന്റെ കൂടെ തന്നെ നിങ്ങൾ കൊടുത്തോ വിത്ത് ഷോക്കോസ് നോട്ടീസ്. മേ ബി പ്രീ അസസ്മെന്റ് ഓർഡർ ഉണ്ടായിരിക്കുമല്ലോ, അതായത് അസസ്മെന്റിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ആ ഷോക്കോസ് നോട്ടീസിൽ തന്നെ പറയാം, അസസ്മെന്റ് ഓർഡറിന് മുമ്പുള്ള പ്രീ അസസ്മെന്റിൽ തന്നെ അതായത് ഷോക്കോസ് നോട്ടീസ് ഫോർ പെനാൽറ്റിയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അതായത് ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ ഹിയറിംഗ് കൊടുത്തിട്ട് ഈ പെനാൽറ്റി ഇൻവോക്ക് ചെയ്യാം, ഒരു കൺസോളിഡേറ്റഡ് ഓർഡറിൽ ഇൻവോക്ക് ചെയ്യാം. അപ്പൊ നല്ല മൂവ്മെന്റ് ആണ്. പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് പെനാൽറ്റികൾ ഒഴിവാക്കുകയാണ്, മാക്സിമം പെനാൽറ്റികൾ കുറയ്ക്കുകയാണ്. പെനാൽറ്റി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കണില്ല, നമ്മൾ ഫീസ് എന്നാണ് ഇനി അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് വളരെയധികം കൈയടിച്ചിട്ടൊക്കെയാണ് സഭ പാസ്സാക്കിയത്. കൈയല്ല, അത് അസോസിയേഷന്റെ നെഞ്ഞത്താണ് അടിച്ചേക്കണത് എന്നുള്ളത് നമുക്ക് വായിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവുക. അതെ, വളരെ ഭീകരമായ ഒരു പ്രൊവിഷൻ ആയിപ്പോയി, അമെൻമെന്റ് ആയിപ്പോയി ഇത്തവണത്തെ ബഡ്ജറ്റിൽ. അതെനിക്ക് തോന്നുന്നു പല ആളുകൾക്കും അതിന്റെ ഒരു ഭീകരത പിടികിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്കിപ്പോൾ മുമ്പൊക്കെ നമ്മൾ ടാക്സ് ഓഡിറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലേറ്റ് ആയി. ടാക്സ് ഓഡിറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ സെപ്റ്റംബറിൽ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട്, ഒക്ടോബറിൽ റിട്ടേൺ ഫയലിംഗ്. അപ്പോൾ സെപ്റ്റംബറിൽ നമ്മൾ ചെയ്തില്ല. പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് അതാണ്, നിങ്ങൾ വേഗം ഫയൽ ചെയ്യും അല്ലെങ്കിൽ 75,000 പെനാൽറ്റി വരാം, 1.5 ലക്ഷം രൂപ പെനാൽറ്റി വരാം എന്നൊക്കെ. പക്ഷെ അന്നൊന്നും അടിച്ചിരുന്നില്ല, കാരണം പെനാൽറ്റി ആയിരുന്നല്ലോ. അപ്പൊ ഈ പെനാൽറ്റിയുടെ ഒരു അസസിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ പെനാൽറ്റിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു അസസിങ് ഓഫീസർ ഒരു പ്രൊസീഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു, ആള് ശരിക്കും ഒരു പെനാൽറ്റി പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യണമെന്നുണ്ട് അവിടെ. അയാള് നോക്കി ഒരു പെനാൽറ്റി പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അതായത് കുറച്ച് ചടങ്ങുകൾ ഉണ്ടെന്ന് അർത്ഥം പെനാൽറ്റി കൊടുക്കണേക്കാട്ടും മുമ്പ്. അപ്പൊ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് ഫീസായിട്ട് മാറുമ്പോൾ അത് ഓട്ടോമേറ്റഡ് ആവാണ് ചെയ്യണത്. അതായത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടാക്സ് ഓഡിറ്റ് റിട്ടേൺ ഇനി ഫയൽ ചെയ്യാൻ ലേറ്റ് ആയാൽ 75,000 രൂപയും 1.5 ലക്ഷം രൂപയും ഫൈൻ അടച്ചിട്ട് ഫയൽ ചെയ്യേണ്ടി വരും എന്നർത്ഥം. അതായത് അത് സിംപ്ലി ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാണ്. നമ്മളിപ്പോൾ ITRൽ അഡീഷണൽ ഫീസൊക്കെ വന്നിരുന്ന ലാഘവത്തില് ഇനി ടാക്സ് ഓഡിറ്റ് ഒക്കെ ഡിലേ ആയി കഴിഞ്ഞാൽ ഒരു 75,000 രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം ഫൈനും കൂടി ഫോമിൽ കയറി വരികയാണ്. നമുക്കത് അടയ്ക്കാതെ റിട്ടേൺ പോലും ഫയൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ പെനാൽറ്റി ഇൻ ദ ഫോം ഓഫ് ഫീ അപ്പൊ തന്നെ അടയ്ക്കുക. അത് പെനാൽറ്റി ഡിഫർ ചെയ്യണം കൂടി ഇല്ല, അത് ഫീ ആയിട്ട് അപ്പൊ തന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാനാണ്. അപ്പൊ അതൊരു എനിക്ക് മേ ബി പിന്നെ ഓപ്പോസിഷൻ അതിന് എനിക്ക് തോന്നുന്നു പല ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു ഭീകരത ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, അതായത് ടാക്സ് ഓഡിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടല്ലോ ഇപ്പോൾ SFT റിട്ടേൺ ഫയലിംഗ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് ആളുകൾ SFT ഫയൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സെക്ഷനിൽ അക്കൗണ്ടൻസിൻ്റെ റിപ്പോർട്ട്, ടാക്സ് ഓഡിറ്റ് അല്ലാതെ ഉള്ള അക്കൗണ്ടൻസ് റിപ്പോർട്ടുകൾ. അപ്പോൾ അതിലെല്ലാം ഈ ഒരു പെനാൽറ്റി എന്ന് പറഞ്ഞത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് എടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് അർത്ഥം. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ടാക്സ് പ്രൊഫഷണൽസ് ആയിരുന്നു സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ദിവസവും മെസ്സേജ് അയക്കുകയാണ്, ഇല്ലാത്തതിനും ഉള്ളതിനും ഒക്കെ മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ അത്രയധികം ഫോളോ അപ്പ് എടുത്തിട്ടും ഇനി നിങ്ങൾ ടൈംലി ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ പെനാൽറ്റി ഫീസായിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അപ്പം അത് കാരണം ടൈം ബൗണ്ട് എന്നുള്ളത് വളരെ കർശനമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ശരിക്കും സെക്ഷൻ നമ്മൾ ആക്ട് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് 446 പെനാൽറ്റി വരണത് പുതിയ ആക്ടിൻ്റെ. അപ്പോൾ 446 അവിടെ പറഞ്ഞേക്കണം, ഓക്കെ 446 ഫാക്സിലൊക്കെ അങ്ങനെ വളരെ കാഷ്വലായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ഈ സംഭവം 446 ഇതിനെടുത്തിട്ട് 428 ഇട്ടു. എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമാണ് പെനാൽറ്റി ഇൻവോക്ക് ചെയ്യാറുള്ളൂ ടാക്സ് ഓഡിറ്റ് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ. പക്ഷേ ഇപ്പം അത് ഓട്ടോമാറ്റിക് ആണെന്ന് അർത്ഥം. നിങ്ങൾ ടാക്സ് ഓഡിറ്റ് റിട്ടേൺ ഡിലേ ആയി സെപ്റ്റംബർ 30 കഴിഞ്ഞ് ഒക്ടോബർ 1 തീയതിയാണ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 75,000 രൂപ 75,000 രൂപ അടച്ചിട്ട് ഫയൽ ചെയ്താൽ മതി. അതല്ല, ഒരു മാസം കഴിഞ്ഞ് ഒക്ടോബർ 30 കഴിഞ്ഞിട്ട് ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ അടച്ചിട്ട് ഫയൽ ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമുക്കറിയാം. വരുമ്പോൾ ആക്ട് പാസ്സാവുമ്പോൾ അറിയാം ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ശരിക്കും നമ്മൾ ചില ആളുകളൊക്കെ ഒന്നൊരു ഒബ്ജക്ഷൻ പറയേണ്ടതാണ്. ശരിക്കും ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ഇങ്ങനെ 1.5 ലക്ഷം രൂപയൊക്കെ ഇങ്ങനെ പെനാൽറ്റി ആയിട്ട് വാങ്ങിക്കേണ്ടതുണ്ടോ? ഒരു ഭീഷണിപ്പെടുത്തിയല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു സമയത്ത് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. എന്നാൽ പോലും
ഇത്രയൊക്കെ ഒരു ഒരു ഭീകര ഫയൽ നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും അനുകൂലമായി മാറ്റങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നു വലിയൊരു ചേഞ്ച് വന്നിരിക്കണം തോന്നുന്നു. അതുപോലെ അപ്ഡേറ്റഡ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ അപ്ഡേറ്റഡ് റിട്ടേൺ ചെയ്യാൻ പോയ പലർക്കും അറിയാം, നമുക്ക് അഡീഷണൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്താലാണ് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിലൊരു ചെറിയ അപ്ഡേറ്റഡ് റിട്ടേണിൽ 2 കാര്യങ്ങൾ വന്നിരിക്കണമെന്ന് വെച്ചാൽ 2 ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ എപ്പോഴും ഈ അപ്ഡേറ്റഡ് റിട്ടേണിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ്, ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ കൈക്കോട്ടിൻ്റെ സ്വഭാവമാണ്. അതായത് ഇങ്ങോട്ട് അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുക. അതായത് അങ്ങോട്ട് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 കൊല്ലത്തെ റിട്ടേണൊക്കെ ഫയൽ ചെയ്യാം. ഇനി ഇങ്ങോട്ട് തരാനുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പല ആളുകൾ ഇപ്പോൾ TDS ഒക്കെ മിസ്സായി പോയ ആളുകളില്ലേ, അവർ വരാറുണ്ട്. അവർ പറയും, അതായത് ഞങ്ങൾക്കിത് എങ്ങനെയെങ്കിലും കിട്ടാനുള്ള സാധ്യത വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ എന്താ ചെറിയൊരു പ്രൊവിഷനുകളൊക്കെ, അതായത് ഇപ്പോൾ പഴയ ആക്ട് ആണെന്നുണ്ടെങ്കിൽ 119(2)B പ്രകാരം കമ്മീഷണർക്ക് പെർമിഷൻ കൊടുക്കണം, അങ്ങനെ എന്നുണ്ടെങ്കിൽ ജെനുവിൻ റീസൺ ആവണം, ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാനുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങോട്ട് അടയ്ക്കാനായിട്ട് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ 4 വർഷത്തോളം വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം, അങ്ങോട്ട് ടാക്സ് അടയ്ക്കാം. അപ്പോൾ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇൻകം കൂട്ടി കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും എന്നർത്ഥം. അങ്ങനെയായിരുന്നു സെക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ വേറെ ഒരു തരത്തിൽ അതിൻ്റെ തന്നെ വേറൊരു വെർഷൻ. ഇൻകം കൂട്ടി തന്നെയാണ്, പക്ഷേ ഒരു ബിസിനസ് ലോസിൽ, നേരത്തെ ഒരു ബിസിനസ് ലോസിലാണ് നമ്മൾ ഫയൽ ചെയ്തിരുന്നത്. അപ്പൊ ബിസിനസ് ലോസ് ഇപ്പൊ കുറഞ്ഞു, അതായത് നമ്മളൊരു ഇൻകം ഓഫർ ചെയ്യാൻ വിട്ടുപോയി. എഫക്റ്റീവ്ലി ഇൻകം കൂടുതൽ തന്നെ എഫക്റ്റീവ്ലി. അപ്പൊ നമുക്ക് ആ ലോസ് റിട്ടേൺ ആയാൽ കൂടി ആ ഇൻകം ടാക്സ് റിട്ടേൺ, അതായത് നമുക്ക് ലോസ് റിട്ടേൺ ആയാൽ പോലും നമ്മുടെ ലോസ് 20 ലക്ഷമാണ്. അപ്പോൾ നമ്മൾ പറയാണ് ഇനി എൻ്റെ ലോസ് 10 ലക്ഷം ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ എഫക്റ്റീവ്ലി ഇൻകം കൂടിയ പോലെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് കുറഞ്ഞു എന്നർത്ഥം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ലോസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ലോസ് കുറച്ച് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പം അങ്ങനൊരു ഇതും കൂടി വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് റിട്ടേൺ മുമ്പ് നമുക്ക് പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്താൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതിലും ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൺ ദോ ഒരു പ്രൊസീഡിങ്സ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവാം, എന്നാൽ പോലും അപ്ഡേറ്റഡ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാം. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ അഗേൻസ്റ്റുള്ള നോട്ടീസ് ഒന്നും മാറുമെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ അവർക്ക് അവരുടെ അസസ്മെന്റ് പ്രൊസീഡിങ്സ് പോലെ തന്നെ പോയി അസസ് ചെയ്ത് അതൊക്കെ തീരുമാനിക്കാം. പക്ഷെ നോട്ടീസ് വന്നിട്ടാണ് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അഡീഷണൽ, നേരത്തെ തന്നെ അപ്ഡേറ്റഡ് റിട്ടേണിന് അഡീഷണൽ ടാക്സ് ഉണ്ട്. 25% സ്ലാബ് മുതൽ തുടങ്ങുന്നുണ്ട്. അതിൽ നിന്ന് പ്ലസ് ഒരു 10% കൂടി അഡീഷണൽ ടാക്സ് അടച്ചിട്ട് വേണം. അതായത് 25 എന്നുള്ളത് 35 ആവും, 50 എന്നുള്ളത് 60 ആവും, 70, 80 ആവും, അങ്ങനെ പോകുന്ന അർത്ഥം. അപ്പോൾ നമുക്കൊരു പ്രൊസീഡിങ്സ് വന്നാൽ പോലും വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഇനി ഫയൽ ചെയ്യാന്നർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റീഫണ്ട് ഒരു ടൈം ലിമിറ്റ് ഗവൺമെന്റ് വെച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡ്യൂ ഡേറ്റ് ഉണ്ട്, ടാക്സ് അടയ്ക്കാൻ ഡ്യൂ ഡേറ്റ് ഉണ്ട്. ഇങ്ങോട്ട് കിട്ടേണ്ട പൈസക്ക് ഒരു ഡ്യൂ ഡേറ്റും ഇല്ല. അത് വളരെ ഡ്യൂ ഡേറ്റ് ഇല്ല എന്നല്ല, വളരെ കൃത്യമായിട്ടുള്ളൊരു ടൈം ഫ്രെയിം ഉണ്ട്. ആ ടൈം ഫ്രെയിം കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ജെനുവിൻ ഹാർഡ്ഷിപ്പൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമ്മീഷണർക്കൊക്കെ മാപ്പപേക്ഷ കൊടുത്തിട്ടൊക്കെ വേണം. റിട്ടേൺ ഫയൽ ചെയ്ത് കേസിൽ കൂടി റീഫണ്ട് ഇഷ്യൂ വളരെ ഡിലേ ആയിട്ടൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് മോർ ദാൻ 50,000 ഒക്കെ റീഫണ്ട് ഉള്ള ആളുകളുടെ, കഴിഞ്ഞ വർഷം ഫയൽ ചെയ്ത ആളുകൾക്ക് ഇപ്പോഴും റീഫണ്ട് പല ആളുകൾക്കും കിട്ടിയിട്ടൊന്നുമില്ല. ചെറുകിട റീഫണ്ടുകളൊക്കെ സ്പീഡി ഡിസ്പോസലും, വലിയ എമൗണ്ട് റീഫണ്ട് ഉള്ളവരുടെ ഹോൾഡ് ചെയ്ത് വെക്കലുമാണ്. എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് പറയുന്നത്, കുറച്ചൊരു നേരത്തെ റിട്ടേൺ ഫയൽ ചെയ്ത ആളുകൾക്ക് കുറച്ച് നേരത്തെ കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ജൂണിലൊക്കെ നമ്മളെ ഫോം ഇറങ്ങി, അപ്പോൾ ആ സമയത്തൊക്കെ റിട്ടേൺ ഫയൽ ചെയ്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കുറച്ച് പെട്ടെന്ന് റിട്ടേൺ കിട്ടുന്നതായിട്ട്, റീഫണ്ട് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ലേറ്റായിട്ട് ഫയൽ ചെയ്ത ആളുകൾക്ക് കുറേ ലേറ്റായിട്ടൊക്കെ തന്നെയാണ്, അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കാൻ വൈകിയാൽ അഡീഷണൽ ഫീസ്, ഇൻട്രസ്റ്റ് ഫസ്റ്റ്, ദെൻ അഡീഷണൽ അപ്ഡേറ്റഡ് റിട്ടേൺ, അഡീഷണൽ ഫീസ്. ഇപ്പൊ പറയുന്നത് വീണ്ടും അസസ്മെന്റ് നോട്ടീസ് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യണേ വീണ്ടും ഒരു 10% അഡീഷണൽ ഇത്. പക്ഷെ റീഫണ്ടിന്റെ കേസിൽ നോർമൽ സ്ലാബിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ബ്ലാക്ക് മണി ആയിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട്.
ബ്ലാക്ക് മണി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ബ്ലാക്ക് മണി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഫോറിൻ അസറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഡിസംബറിൽ ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് പോവുകയുണ്ടായി. അതായത് ഒരു എന്നാളൊരു ദിവസം നമ്മളെ ബഡ്ജറ്റിന് മുമ്പുള്ള എക്കണോമിക് സർവേ 2026 എക്കണോമിക് സർവേയിൽ അതിനെ പറ്റിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വലിയ ഭീഷണിയൊന്നുമില്ല, സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ അത് നമ്മൾ റിലീസ് ചെയ്യും. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മുമ്പ് തന്നെ നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഭീഷണി അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലെറ്ററുകൾ, ഒരു കൊയർഷൻ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏകദേശം എനിക്ക് ഒരു 1.5 കൊല്ലമായിട്ട് ഇങ്ങനെയുള്ള ഭീകരപ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ തന്നെ കോടിക്കണക്കിന് രൂപ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തു. അതിൽ വൺ ഓഫ് ദ ഐറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ഫോറിൻ അസറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ വായിച്ചത്. അതായത് എക്കണോമിക് സർവേയുടെ ആ ഒരു ഭാഗമായിട്ടുള്ളതിൽ ഒരു 1-2 പാരഗ്രാഫ് ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് 25,000 പേർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മെസ്സേജ് അയച്ചു, SMS അയച്ചു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് മെസ്സേജിൻ്റെ കണ്ടന്റ് ഭയങ്കര രസമാണ്. നിങ്ങൾ ഫയൽ ചെയ്ത റിട്ടേണിൽ നിങ്ങൾ എന്ത് ഫോറിൻ അസറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങളത് വിട്ടുപോയോ ഫയൽ ചെയ്യാനായിട്ട് എന്നാണ് പറയണത്. അപ്പോൾ ഇത് കിട്ടിയേക്കുന്ന ആൾക്കാർ മുഴുവൻ ഫോറിൻ അസറ്റ്സ് ഉള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അപ്പോൾ നാച്ചുറലി നമ്മൾ നോക്കുമല്ലോ, ഈ ഫോറിൻ അസറ്റ്സ് വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫൈൻ എന്ന് പറഞ്ഞാൽ ഭീകര ഫൈനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ജനറലി അവർ നോക്കുമ്പോൾ ഓക്കെ ഫോറിൻ അസറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർ ഐദർ എന്ത് ചെയ്യുന്നു, അവരുടെ റിട്ടേൺ December 31 റിവൈസ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ SMS പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം, ജനുവരിയിൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരൊറ്റ SMS ഉണ്ടല്ലോ, ഈ ഒരു 25,000 പേർക്ക് അയച്ച SMS എന്ന് പറഞ്ഞാൽ ഒരു 1 രൂപ നോക്കി, ഒരു 1 രൂപ ചിലവ് കൂട്ടുകയാണെങ്കിൽ 25,000 രൂപയായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റിന് ചിലവ് വന്നേക്കുന്നത്. 1000 കോടി രൂപയാണ് കളക്ട് ചെയ്തത് 25,000 SMS അയച്ചിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ആക്ച്വലി ഇത് ബ്ലാക്ക് മണി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അതായത് ബ്ലാക്ക് മണി ആക്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആക്ട് ഉണ്ട്, ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിലല്ല ഇത് വരുന്നത്. ഈ ഫോറിൻ അസറ്റ്സ് ഡിസ്ക്ലോസ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിലല്ല വരുന്നത്. ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ വരുന്നത് ആക്ച്വലി ബ്ലാക്ക് മണി ആക്ടിലാണ് വരുന്നത്. അതായത് ഇൻകം ടാക്സ് ആക്ടിലല്ല ഇത് വരുന്നത്. പക്ഷേ ഇത് വേറൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇൻകം ടാക്സ് അതോറിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ FEMA ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണല്ലോ. അപ്പോൾ ED അഡ്മിനിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ബ്ലാക്ക് മണി ആക്ടിൻ്റെ അഡ്മിനിസ്ട്രേഷൻ റൈറ്റ് കൊടുത്തേക്കുന്നത് ഇൻകം ടാക്സിനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന ഒരു റിലാക്സേഷനാണ്, ശരിക്കും നല്ല റിലാക്സേഷനാണ്. അതായത് നമ്മളെപ്പോഴെങ്കിലും ഇത് അതായത് നമ്മൾ ഫോറിൻ അസറ്റ്സ് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് എന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ് ടു 20 lakhs വരെയുള്ള ഫോറിൻ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ഒരു റിലാക്സേഷൻ കൊണ്ടുവന്നേക്കാണ്. അതിന് അഗെയിൻസ്റ്റ് പ്രൊസീഡിങ്സ് വേണ്ട എന്നുള്ളത്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 20 lakhs ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് വരില്ല കേട്ടോ. സാധാരണ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അസറ്റ് ഉണ്ട്, ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ ഇന്ത്യൻ റുപ്പിയിൽ അതിൻ്റെ വാല്യൂ ബിലോ 20 lakhs ആണ്, പക്ഷേ അത് മൂവബിൾ പ്രോപ്പർട്ടി ആവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബ്ലാക്ക് മണി ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു റിലാക്സേഷൻ നമ്മുടെ ബഡ്ജറ്റിലുള്ളത്. അതുപോലെ തന്നെ ഫോറിൻ അസറ്റ് ഡിസ്ക്ലോഷറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 1-time സ്കീം ഗവൺമെൻറ് കൊണ്ടുവരാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതൊരു 6 മാസം സമയത്തിൻ്റെ ഉള്ളിൽ ഒരു ഫോം ഡിക്ലറേഷൻ, നമ്മുടെ ഫോറിൻ അസറ്റിന്റെ ഡിക്ലറേഷൻ കൊണ്ടുവരുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഗവൺമെന്റ് പലപ്പോഴും ഇതേപോലെ ഇങ്ങനെയൊക്കെയുള്ള കുറെ സ്കീമുകളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സ്കീം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ഉണ്ടായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അക്വയർ ചെയ്തതാണ്, അതായത് നിങ്ങളുടെ നാച്ചുറൽ റൂട്ടിൽ നിങ്ങളുടെ റെഗുലർ ഇൻകം കൊണ്ട് പക്ഷെ നിങ്ങളൊരു ഫോറിൻ അസറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സംഭവം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊക്കെ അപ്ലിക്കബിൾ ആവുന്നത് റെസിഡൻസിനാണ്, അല്ലാതെ നോൺ റെസിഡൻസിനല്ല. അപ്പോൾ ഇതിൽ പല ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് നോൺ റെസിഡൻസ്, കാരണം നോൺ റെസിഡൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് അവിടെ പല പല ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇൻകമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ as and when you become resident, നമ്മളൊരാൾ നാട്ടിൽ റെസിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫോറിൻ ഇൻകം ഉണ്ടായിരിക്കാം, ഫോറിൻ അസറ്റ്സ് ഉണ്ടായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെസിഡൻറ്റ് സ്റ്റാറ്റസിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മുൻപ് ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെസിഫൈഡ് സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട്. ഇപ്പോൾ 1 crore വരെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര കോടി വരെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതൊരു പർട്ടിക്കുലർ സ്കീമാണ്. അപ്പോൾ നമ്മുടെ ഒരു 30% അടച്ചുകൊണ്ട്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്കീമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തടി ഊരി പോരാം എന്നർത്ഥം. പക്ഷേ 30% മാത്രമല്ല, വിത്ത് 100% പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു 1 crore രൂപയുടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 30% എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 30 ലക്ഷം പ്ലസ് 30 ലക്ഷം എന്ന് പറഞ്ഞാൽ 60 ലക്ഷം. 60 ലക്ഷം ഒക്കെ അടച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഊരി പോരാം. അതല്ല, ഒരു അസറ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ടൊക്കെ വിട്ടുപോയതാണ്. പ്രത്യേകിച്ച് ചിലപ്പോൾ വരുമാനമൊന്നും ഉണ്ടാവില്ല, ഡിക്ലെയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഊരി പോരാം. ഇങ്ങനെയൊക്കെയുള്ള സ്കീമുകളൊക്കെയാണ് വരുന്നത്. പക്ഷെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള സ്കീമുകൾ വരുമ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്കീമിന് അനുവദിച്ച സമയം കഴിയുമ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസസ്മെന്റ് നോട്ടീസ് എല്ലാവർക്കും കിട്ടും. കാരണം ഗവൺമെന്റിൽ ഓൾറെഡി ഡേറ്റ ഉണ്ടാവും, അവർക്ക് എങ്ങനെയെങ്കിലും ആ ഡേറ്റ കിട്ടിയിട്ടുണ്ടാവും. അവരത് നിങ്ങൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ നഡ്ജ് പോലെ തന്നെ ഒരു അവസരം തരാണ്. അപ്പൊ സാമം ഭേദം ദണ്ഡം എന്നൊക്കെ പറയുന്ന കണക്ക് ആദ്യം നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വില്ലിംഗ്ലി ചെയ്യാം ആക്ടിൽ പറയുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഭേദമാണ് ഈ മെസ്സേജസ്, റിമൈൻഡർ, സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ കണ്ടു എന്നൊക്കെ പറയുന്നത്. ഈവൻ ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുന്നാൽ തന്നെ പറയാ സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ കണ്ടു, ക്യാഷ് ഡെപ്പോസിറ്റ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പോലെ തന്നെ ഒരു സംഭവമാണ്. ഇങ്ങനൊരു സ്കീം കൊണ്ടുവരണം. ഇതൊരു 1 ടൈം ആണ്. നമ്മൾ പല ആക്ടിൻ്റെ ഹിസ്റ്ററികൾ പരിശോധിച്ചാലും ഇങ്ങനെയുള്ള സ്കീമുകൾ 1 ടൈം കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം വോളണ്ടറി ആയിട്ട് ആരെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന കണക്കായിരിക്കും കാര്യങ്ങൾ പോവാ. അതായത് ഇതൊരു അവസരമാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും എന്ന് തന്നെയാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡിമോണിറ്റൈസേഷൻ ഒക്കെ വന്ന സമയത്ത് ഇതുപോലെ ഡിക്ലറേഷൻ സ്കീമുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഡിക്ലറേഷൻ സ്കീമുകളൊക്കെ എന്ന് സ്റ്റോപ്പ് ചെയ്തോ അവിടെ തൊട്ട് വേറെ റിഗറസ് ആയിട്ടുള്ള നോട്ടീസുകൾ, പെനാൽറ്റി. കാരണം അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ എല്ലാ ഡാറ്റയും ഉണ്ട്. 100 ആൾക്കാർ ഫോറിൻ അസറ്റ്സും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ പൈസ അടച്ച് തടി ഊരി പോരാം. ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ കളത്തിലിറങ്ങി കളിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ കോമൺ പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റെസിഡൻ്റ് ആയിരിക്കുന്ന ഒരാൾ ഈ വർഷം റിട്ടേൺ ഫയൽ ചെയ്താൽ കൂടി ആൾ മേ ബി മുൻ NRI ആയിരുന്നിരിക്കും. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻകങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫോറിൻ അസറ്റ്സ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒക്കെ അതൊന്ന് ഡിക്ലെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ. ചില കേസിൽ ഇൻകം പോലെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കാനായിട്ട് നോക്കാം നമ്മൾ, ഇതുപോലെ ഫോറിൻ അസറ്റ്സും ഇൻകമൊക്കെ ഉള്ള ആളുകൾ. പിന്നെ എനിക്ക് തോന്നുന്നത് ഗോൾഡിൻ്റെ കേസിൽ, അതായത് നമ്മളുടെ സോവറിൻ ഗോൾഡ് ബോണ്ടായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെന്താണത്? അതായത് സോവറിൻ ഗോൾഡ് ബോണ്ട് നേരത്തെ ഇപ്പോൾ നമ്മൾ ഡ്യൂ ഡേറ്റ്, നമ്മളൊരു ഗോൾഡ് ബോണ്ട് പർച്ചേസ് ചെയ്യുന്നു, അതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. സേ ഒരു 8 years ആണ് നോർമലി വരുന്നത്. ആ മെച്യൂരിറ്റി പീരീഡ് വരെ അത് ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ സ്വർണത്തിന് വില കൂടിയപ്പോൾ നാച്ചുറലി ആളുകളെല്ലാം ഈ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമായിട്ട് വന്നപ്പോ അവിടെ ആക്ച്വലി ഗോൾഡ് ബോണ്ട് ഇല്ല. ഗോൾഡ് ബോണ്ട് ഗവൺമെന്റിന് നഷ്ടമായിട്ട് 2 വർഷം മുമ്പ് നിർത്തിവെച്ചു പരിപാടി. അപ്പൊ ഇത് ഇപ്പൊ സെക്കൻഡറി മാർക്കറ്റിൽ മറിച്ച് വിറ്റിട്ട് പ്രീമിയത്തിന് വാങ്ങി വിൽക്കുകയാണ്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ ഗെയിൻ ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കൈ മറിഞ്ഞ ഗോൾഡ് ബോണ്ടുകൾക്ക് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്യൂവിൽ നിന്ന് മാത്രം, ഇപ്പോൾ ഗോൾഡ് ബോണ്ട് നിങ്ങൾക്ക് ഒറിജിനലി നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് ടിൽ എൻഡ് എന്ന് പറഞ്ഞാൽ 8 വർഷമാണ്. 8 വർഷം വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തില്ല, ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. അതല്ല, നിങ്ങൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ടിൽ എൻഡ് വരെ ഹോൾഡ് ചെയ്താലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. കാരണം നിങ്ങളല്ല അതിന്റെ ഇനീഷ്യൽ. സ്വർണ്ണവില കൂടുമ്പോൾ നിങ്ങൾ ബോണ്ട് വിറ്റ് ലാഭം ഉണ്ടാക്കുന്നു, ആ ലാഭത്തിന്റെ ഇൻട്രസ്റ്റ്. അതായത് അപ്പോൾ നമ്മൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് ഇഷ്യൂ ചെയ്യണം നിങ്ങൾക്കായിരിക്കണം. നിങ്ങൾ ത്രൂ ഔട്ട് ദ പീരീഡ് 8 years ഹോൾഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എക്സംഷൻ ഉള്ളൂ. നിങ്ങൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ടിൽ എൻഡ് വരെ ഹോൾഡ് ചെയ്താൽ പോലും
ഈ എക്സംഷൻ ഇല്ല. പിന്നെ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ Already tax. ഓൾറെഡി ടാക്സബിൾ ആണ്. അപ്പോൾ സോറിൻ ഗോൾഡ് ബോണ്ടിന് ഇൻട്രസ്റ്റ് മുമ്പേ തന്നെ ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് എന്തൊക്കെയോ അമെന്റ്മെന്റ് കേൾക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മാറ്റർ വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ ഉണ്ടല്ലോ, അതൊന്നും മാറ്റിയിട്ടുണ്ടെന്ന് അർത്ഥം. മുമ്പ് ഓൾറെഡി 1961 ആക്ടിലെ ഡെഫിനിഷനിൽ നിന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ 2025 ആക്ട് വന്നപ്പോൾ മാറിയിട്ടുണ്ടായിരുന്നു. പഴയ ആക്ടിൽ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2025 ആക്ട് വന്നപ്പോൾ ഇപ്പോൾ ഈ ATP ഒക്കെ ഉള്ള ക്ലെയിം എടുക്കുന്നത്, അപ്പോൾ ഒരു യൂണിയൻ ടെറിട്ടറിയുടെ അണ്ടറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025 ആക്ട് വന്നപ്പോൾ. ഫർദർ അത് വീണ്ടും അമെൻഡ് ചെയ്തു, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും കൂടി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെഫിനിഷനുകളിൽ വന്നു എന്നർത്ഥം. അപ്പോൾ ഇപ്പോൾ കേരളത്തിലായാലും ഒരുപാട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമുക്ക് കാണാനായിട്ട് കഴിയും. റീസെൻ്റ് ആയിട്ട് ഒരുപാട് എണ്ണം പൊളിഞ്ഞു പോയിട്ടുണ്ട്. നിധി കമ്പനികൾ ചിലതൊക്കെ പൊട്ടിപ്പോയ പോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരുപാട് നർച്ചർ ചെയ്യുന്നു, ഒരുപാട് ഇങ്ങനെ കൂണ് പോലെ പൊട്ടി മുളയ്ക്കുന്നുണ്ട്. ചിലതൊക്കെ കാണാനും ഇല്ല വന്ന പോലെ. അപ്പോൾ അതും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആ ഒരു ഡെഫിനിഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു കോമൺ ലേമാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതെ, ഫിനാൻസ് ആക്ടിന്റെ ഫ്രണ്ട് പേജിൽ ഇതെടുത്ത് നോക്കിയാൽ കാണാം, അമെൻമെന്റ്സ് മെയ്ഡ് ഇൻ സെക്ഷൻ ഇൻ ഇൻകം ടാക്സ് ആക്ട് 1961 ഒരു ചെറിയൊരു പാരഗ്രാഫ് ആണെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് 2025 ഒരു നീണ്ട ലിസ്റ്റാണ് അമെൻമെന്റ്സ്. 2-3 പേജുകളിലാണ് ഇൻകം ടാക്സ് ആക്ട് അമെൻഡ് ചെയ്തിരിക്കുന്നത് 2025. ചില സെക്ഷൻസ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, എയും ബി ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പഴയതുപോലെ എയും ബി ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, ശരിക്കും ഒന്ന് മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇൻകം ടാക്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് 2025 ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ലൈവ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കോഴ്സ് ബണ്ടിലുകൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ AI ഒരു ബേസിക് കോഴ്സ് ഉണ്ടായിരുന്നു, AI ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ടൻസിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. AI ഫോർ അക്കൗണ്ടൻസ് പറഞ്ഞ് നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ AI ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആ വർക്ക്ഷോപ്പുകൾ, എല്ലാ കോഴ്സുകളും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അവർക്ക് ലഭിക്കും. മാത്രമല്ല നമ്മൾ ടാക്സ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ റിട്ടേൺ ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതിലൊരു ഫസ്റ്റ് 6,000 റുപ്പീസാണ് നമ്മളുടെ കോഴ്സിൻ്റെ നമ്മൾ മെമ്പർഷിപ്പ് വെച്ചിരിക്കുന്നത്. പക്ഷെ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രം, നമ്മളൊരു 100 ആളുകളാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. ഇപ്പോൾ ഓൾറെഡി 100 കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിമാൻഡ് വന്ന കാരണം ഞാനൊരു 500 ആളുകൾക്ക്, ഫസ്റ്റ് 500 ആളുകൾക്ക് നമ്മൾ 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ഇപ്പോഴും നമുക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന മലയാളത്തിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.